ഇറാൻ സമ്പന്നമായ ചരിത്രവും സങ്കീർണമായ സമകാലീന സാഹചര്യങ്ങളുമുള്ള ഒരു രാജ്യമാണ്. സമീപകാല സംഭവങ്ങൾ, രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. സമീപകാല സംഭവങ്ങളും നിലവിലെ സാഹചര്യവും. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നു. സമീപകാലത്ത് 2025 ജൂൺ പകുതി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ആണവ സൈനിക കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഇറാനിലെ തെഹ്റാനിൽ ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തി, സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും ഉന്നത സൈനികരെയും ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. തെൽ അവീവിനു മുകളിൽ സ്ഫോടനങ്ങൾ കേട്ടു. ഇരുപക്ഷവും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രോക്സി പോരാട്ടങ്ങൾ, ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങൾ, കടലിലെ ഏറ്റുമുട്ടലുകൾ എന്നിവയുൾപ്പെടെയുള്ള ദീർഘകാല ശത്രുതയുടെ തുടർച്ചയാണിത്. ആണവ പദ്ധതി. ഇറാനിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിന് അത് ഒരു നിലനിൽപ്പിനായുള്ള ഭീഷണിയായിട്ടാണ് കാണുന്നത്. നിലവിലെ ഇസ്രായേലി ആക്രമണങ്ങൾ ഇറാനിലെ സെൻട്രിഫ്യൂജ് ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ആയുധ നിർമ്മാണശാലകളെയും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രാദേശിക ബന്ധങ്ങൾ. ഹമാസ്, ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിൽ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഉൾപ്പെടെയുള്ള വിശാലമായ പ്രാദേശിക സാഹചര്യങ്ങളുമായി ഈ സംഘർഷം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര ഇടപെടൽ. അടുത്തിടെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസ്താവിച്ചു. എന്നാൽ യുഎസ് താൽപ്പര്യങ്ങളെ ലക്ഷ്യമിടുന്നതിനെതിരെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷം ലഘൂകരിക്കാനും നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും യുഎൻ സെക്രട്ടറി ജനറൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന സംഘർഷത്തെ തുടർന്ന് ചൈന ഇറാനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിച്ചു. പ്രധാന രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ. പരമോന്നത നേതാവ് അലി ഖമേനി. 1989 മുതൽ ഇറാനിലെ പരമോന്നത നേതാവാണ് അദ്ദേഹം. സർക്കാരിന്റെ എല്ലാ ശാഖകളിലും സൈന്യത്തിലും മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് അന്തിമ നിയന്ത്രണമുണ്ട്. കീഴടങ്ങാനുള്ള ആവശ്യങ്ങൾ അദ്ദേഹം അടുത്തിടെ നിഷേധിക്കുകയും യുഎസ് സൈനിക ഇടപെടൽ ഉണ്ടായാൽ മാറ്റാനാവാത്ത നാശനഷ്ടം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് മസൂദ് പെസേഷ്യൻ 2024 ജൂലൈയിൽ അധികാരമേറ്റ ഇറാനിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. മുഹമ്മദ് ബാഗർ ഖാലിബഫ്, പാർലമെന്റ് സ്പീക്കർ. ഖോലം ഹുസൈൻ മൊഹ്സെനിജയ്, ചീഫ് ജസ്റ്റിസ്. അബ്ബാസ് അരാക്ചി, വിദേശകാര്യമന്ത്രി. സാമൂഹിക പ്രശ്നങ്ങളും മനുഷ്യാവകാശങ്ങളും. മനുഷ്യാവകാശ ആശങ്കകൾ. ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഇറാനിൽ തുടരുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവയിൽ ഉൾപ്പെടുന്നവ: സ്വാതന്ത്ര്യത്തിന്റെ അടിച്ചമർത്തൽ, അഭിപ്രായ സ്വാതന്ത്ര്യം, കൂട്ടായ്മ സ്വാതന്ത്ര്യം, സമാധാനപരമായ ഒത്തുചേരലുകൾ എന്നിവ അധികാരികൾ അടിച്ചമർത്തുന്നത് തുടരുന്നു. വിവേചനം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും LGBT വ്യക്തികൾക്കും വംശീയ മതന്യൂനപക്ഷങ്ങൾക്കും ബഹായി സമൂഹം പോലുള്ളവ എതിരായ വ്യവസ്ഥാപിത വിവേചനവും അക്രമവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. Thank you for watching. Subscribe my channel.